വെൽക്കം ടു അവർ ചാനൽ. ഗൈസ്, ഞാൻ തടിച്ചോ? എൻ്റെ കവളൊക്കെ ഒന്ന് വീർത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ തടിച്ചത്, പക്ഷേ ഞാൻ തടിച്ചല്ല. മുടി മുമ്പിലേക്ക് ഇട്ട് തിരിയായിട്ടോ ഒരു മറ്റൊരു കേസ്. അപ്പോൾ ഗൈസ്, എൻ്റെ ഹെയറൊക്കെ കളർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടാൻ വിട്ടുപോയി ഗൈസ്. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങൾ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഫ്രണ്ട് ആദിത്യ മുടി വെട്ടാൻ പോകണം. അവൻ്റെ ഒരു ലോങ് ഹെയർ ആണ്. ഇതാ ഈ വരുന്നത് കീർത്തന. ഹലോ. അതാ ഒന്നും കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ആദിത്യൻ്റെ ഹെയർ കട്ടിംഗ് ആണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് നല്ല മുടിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മുടി വെട്ടുമ്പോൾ ഭയങ്കര ഫീല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവൻ ആഗ്രഹിച്ച് വളർത്തിയ മുടിയാണ്. അപ്പോൾ അത് വെട്ടാൻ പോകുകയാണ് ഞങ്ങൾ ഗൈസ്. സോ ഞങ്ങൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആളിപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. അതെ ഗൈസ്, ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെ അതെ. ഹലോ, ഇതാണ് ഹെയർ. ആളിതാണ് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഏത് മോഡൽസാണ്. കൊതിത്യ ഇങ്ങോട്ട് ഗൈസ്. അങ്ങനെ ഒരു 6-7 വർഷം നീട്ടിയ മുടി ഇവൻ വെട്ടാൻ പോകുകയാണ് ഗൈസ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങൾ മുടിയുള്ള സമയത്താണ് പരിചയപ്പെട്ടതും സംസാരിച്ചതൊക്കെ. ഇപ്പോൾ മുടി വെട്ടിയതിനുള്ള ശേഷമുള്ള ആദ്യത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ചെറുതായി കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അവന് ഡൊണേഷൻ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ട്. അപ്പം അതിനും കൂടി വേണ്ടിയാണ് അവൻ്റെ ഒരു ഡ്രീമായിരുന്നു. പക്ഷേ ഫസ്റ്റ് തന്നെ ആ ചേട്ടൻ കുറച്ച് കൊളാക്കി. എന്നാലും നമുക്ക് താഴ്ഭാഗത്തുള്ള ലോങ് ഹെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഡൊണേറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അങ്ങനെ ഞങ്ങളൊരു ഹെയർ സ്റ്റൈലൊക്കെ കാണിച്ചു കൊടുത്ത് ഇപ്പോഴത് നല്ല നീറ്റായിട്ട് ചെയ്തു തന്നു. പിന്നെ മുടി ഇത്ര നാളും കെട്ടി വെച്ചത് കൊണ്ട് തന്നെ മുടി ഒരു സൈഡിൽ ഇങ്ങനെ നമ്മൾ മേലോട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ ഒരു സൈഡ് അങ്ങനത്തെ നിൽക്കേണ്ടിരുന്നു ഗൈസ്. എന്നാലും ഇങ്ങനെയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അടിപൊളിയായിരിക്കും.